ഹായ് ഗൈസ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ തനസിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ പാനിപൂരി കടയിൽ കണ്ടു, വീട്ടിലൊന്ന് ട്രൈ ചെയ്തു. അപ്പൊ നമ്മുടെ വീട്ടില് സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാം പാനിപൂരി. അപ്പം നമ്മുടെ പാനിപ്പൂരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള ചോപ്പ് ചെയ്തും ഒരു തക്കാളി ഇതിനൊക്കെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കടയിൽ നിന്ന് കുറച്ച് മിച്ചർ മേടിച്ചതും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കടയിൽ നിന്ന് ഞാൻ പാനിപ്പൂരി ഉണ്ടാക്കുന്ന മാവ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടാക്കി അതിലേക്ക് നമ്മുടെ കൊണ്ടാട്ടം പോലെ ഇരിക്കുന്ന നമ്മുടെ പാനിപ്പൂരിയുടെ മാവ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് നല്ലതുപോലെ ലോ ഫ്ലെയിം വെച്ച് എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഹൈ ഫ്ലെയിം വെച്ചിട്ട് എടുത്താലും കുഴപ്പമില്ല. ഹൈ ഫ്ലെയിം വെച്ചിട്ട് എടുത്താൽ പെട്ടെന്ന് അങ്ങ് ചുമന്ന് പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ ഒഴിച്ച് നല്ലതുപോലെ ഇതൊന്ന് വറുത്ത് കോരി എടുക്കുക. നമ്മൾ ഈ സംഭവം വറുത്ത് കോരി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പാത്രത്തിൽ ഇങ്ങനെ ഒരുപാട് നിറച്ചൊക്കെ ഇരിക്കുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഈ വറുത്ത് കോരി എടുക്കുന്നതിന് നിങ്ങൾ പറയുന്ന കണക്ക് ഒരുപാട് സമയങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇട്ട് കൊടുത്ത് നല്ല എണ്ണ ചൂടായിരിക്കണമെങ്കിൽ നല്ലതുപോലെ അത് പപ്പടം വറുക്കുന്നതൊക്കെ നമുക്ക് വറുത്ത് കോരി എടുക്കാൻ പറ്റും. കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ ഈ പാത്രം നിറച്ച് ഇങ്ങനെ ബോൾ പോലെ ഇരിക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കയറി വരുന്നത് കഴിക്കാനും നമുക്കത് ആ ഒരു ഫില്ലിങ്സ് ഒന്നും ഇല്ലാതെ കഴിക്കാൻ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ തോന്നുന്ന രീതിയിൽ ദാണ്ട് ഇതേ കണക്കിരിക്കും കേട്ടോ. പാത്രം നിറഞ്ഞ് നമുക്ക് ഓരോരോ ബോളായിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി ഇതെല്ലാം വറുത്ത് കോരി വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തോടെ ഈ ഫില്ലിങ്സ് ഒക്കെ ഇട്ട് കൊടുക്കണ്ടേ. അപ്പം ഞാൻ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് നമ്മുടെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പാനിപ്പൂരി ചെറുതായിട്ടൊന്ന് തട്ടിപ്പൊട്ടിച്ച് ഞാൻ എടുക്കുന്നുണ്ട്. ചെറിയൊരു ഹോള് പോലെ നമുക്ക് ഇത്രയും ആ ഒരു ഫില്ലിങ് അതിനകത്ത് കയറ്റണമെങ്കിൽ ചെറിയൊരു ഹോള് പോലെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇതേ കണക്ക് ഞാൻ എല്ലാം സെറ്റാക്കി എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഹോളൊക്കെ ഇട്ട് നമ്മുടെ ഇതിനകത്തോടെ ഫില്ലിങ്സ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ദാണ്ട് ഞാൻ എല്ലാത്തിനകത്ത് ഹോളാണ് ആദ്യമേ ഇട്ട് വെച്ചത്. അത് വലിയ ടാസ്ക്കാണ് കേട്ടോ, പൊട്ടിപ്പോകാതെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ദാണ്ട് ഇതെല്ലാം ആക്കി വെച്ചതിനകത്ത് ഇത് ഒരെണ്ണം ഞാൻ എടുത്ത് അതിനകത്തോട്ട് ദാണ്ട് കുറച്ച് സോസ് ഇട്ട് കൊടുത്ത് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ചോപ്പ് ചെയ്ത ഉള്ളി ഇട്ട് ഇത്തിരി മല്ലിയില ഇട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കുറച്ച് മിച്ചർ ഇട്ട് കൊടുക്കണം കേട്ടോ. മിച്ചറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ സോസും കൂടി ഒഴിച്ച് കൊടുക്കുക. നമുക്ക് സാധാരണ കടകളിലെന്ന് പറഞ്ഞാൽ സോസ് ഒരു ചെറിയ വെള്ളം പോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ അങ്ങനെയല്ല, ഞാൻ ഡയറക്റ്റ് സോസ് കട്ടിക്ക് തന്നെ ചേർക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അന്നേരം തന്നെ വേണമെങ്കിൽ എടുത്ത് കഴിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിക്കുകയാണെങ്കിൽ വെച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ ഇത്രയും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും. നമുക്ക് ഇത് കഴിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കടയിലെ പാനിപ്പൂരി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പാനിപ്പൂരിയും തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നിങ്ങൾ കുട്ടികൾക്കും നിങ്ങളായിട്ട് ഒന്ന് കഴിച്ച് നോക്ക്. കടയിലെ പാനിപ്പൂരിയെക്കാട്ടി ഒരുപാട് ഇഷ്ടമാകും കുട്ടികൾക്ക് ഉൾപ്പെടെ. അപ്പോൾ അവരെല്ലാവരും അത് വീണ്ടും വീണ്ടും എന്ന് പറയുന്നൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.